അങ്ങനെ 2025 ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇക്കൊല്ലം ഞാൻ കണ്ട കുറച്ച് സീരീസസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലും ഒരു റാങ്കിങ് ബേസിലല്ല, ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തതിനനുസരിച്ച് ഓരോന്നിൻ്റെ പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സീരീസൊന്നും ഇക്കൊല്ലം കണ്ടിട്ടില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് സീരീസൊക്കെ കാണുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സീരീസസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയാനുള്ളത് അഡോളസൻസ് ആണ്. അഡോളസൻസ് നിങ്ങൾ കൂടുതലാളും കേട്ടിട്ടുണ്ടാവും, കാരണം ഇത് അത്യാവശ്യം നല്ലൊരു ഓളം ഉണ്ടാക്കിയ ഒരു സീരീസാണ്. അതേ പറയാം, ഇതൊരു മിനി സീരീസ് ആണ്. ടോട്ടൽ 4 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഓരോ എപ്പിസോഡും ഇവർ സിംഗിൾ ഷോട്ടിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും കണ്ടുവെക്കുക. അഡോളസൻസ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. അടുത്തത് പറയാനുള്ളത് ഏലിയൻ എർത്താണ്. ഏലിയൻ എർത്ത് ഞാൻ കാണുന്നത് ഏലിയൻ ഫ്രാഞ്ചൈസിന്റെ മറ്റേ കഴിഞ്ഞിൽ ഇറങ്ങിയ ഏലിയൻ റോമുലസ് കണ്ടിട്ടാണ് ഇത് കാണുന്നത്. ഏലിയൻ റോമുലസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പേസ്ഷിപ്പിന്റെ ഉള്ളിലാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏലിയൻ എർത്ത് നടക്കുന്ന കഥ മൊത്തം എർത്തിലാണ്. നിങ്ങൾ ഇതുവരെ ഒരു ഏലിയൻ പടം കണ്ടിട്ടില്ലെങ്കിലും ഇത് കാണാം. അങ്ങനെ മൊത്തം കണക്റ്റഡ് ആയിട്ടുള്ള പടം എന്നല്ല, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിലും കാണാം. അടുത്തത് ഇക്കൊല്ലം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ് ഇറ്റിന്റെ വെൽക്കം ടു ഡെറിയാണ്. ഞാൻ ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടുനോക്കാം. ടോട്ടൽ 8 എപ്പിസോഡേ ഉള്ളൂ. നമ്മളെ പെന്നിവൈസ് എന്ന് പറഞ്ഞ ക്ലൗണിന്റെ ഒരു ഒറിജിൻ സ്റ്റോറിയാണ് ഇറ്റിന്റെ വെൽക്കം ടു ഡെറിയിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. HBO സീരീസാണ്, എന്ത് വേണമെങ്കിൽ ആവാം. ഇനി വരാൻ പോകുന്ന കൊല്ലം ചിലപ്പം ഇത് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും കണ്ടുവന്ന് വരാം. അടുത്തത് ഒരു ജാപ്പനീസ് സീരീസാണ്, ലാസ്റ്റ് സാമുറായി സ്റ്റാൻഡിങ്. നിങ്ങൾക്ക് ഈ സാമുറായി പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ, അതായത് സാമുറായിസിന്റെ ഈ എഡോ പീരീഡിൽ നടക്കുന്ന ഈ ഫൈറ്റ്സും ഇവരെ കോൺഫ്ലിക്ട്സും പൊളിറ്റിക്സും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായിട്ട് ഇഷ്ടമാവും. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാമുറായിസിന്റെ ഇടയിൽ നടക്കുന്ന ഒരു സ്ക്വിഡ് ഗെയിംസ് എന്ന് പറയാം. ഒരു സീസണാണ് പറഞ്ഞിട്ടില്ല, ടോട്ടൽ 6 എപ്പിസോഡേ ഉള്ളൂ. മസ്റ്റ് വാച്ച് ആണ്, നെറ്റ്ഫ്ലിക്സിലുണ്ട്, എന്തായാലും കണ്ടുനോക്കാം. നെക്സ്റ്റ് ദ എറ്റർനോട്ടാണ്. എറ്റർനോട്ടിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയില്ല. ഇത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള ഒരു സ്പാനിഷ് സീരീസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് മിസ്റ്ററിയും കുറച്ച് ത്രില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സീരീസാണ്. ഒരു സീസൺ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു ക്ലിഫ് ഹാങ്ങറിൽ ഞാൻ സാധനം എൻഡ് ചെയ്യുന്നതും, ഒരു മിസ്റ്ററിയിൽ തുടങ്ങി ഒരു സൂപ്പർ നാച്ചുറൽ പരിപാടിയൊക്കെല്ലാം പോകുന്ന നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു സീരീസാണ്. പറ്റുവാണെങ്കിൽ സ്പാനിഷിൽ തന്നെ കാണുക. ഇംഗ്ലീഷ് ഡബ്ബും അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷേ എൻ്റെ സജഷൻ സ്പാനിഷിൽ തന്നെ കാണുന്നതാണ്. അടുത്തത് ദ പിറ്റ്. ഞാൻ വളരെ വൈകി അറിഞ്ഞ ഒരു ജമ്മാന്ന് വേണം പറയാൻ. ഞാൻ ഈ പിറ്റിൻ്റെ ഫസ്റ്റ് സീസൺ കണ്ടു തീർത്തത് ഈ കഴിഞ്ഞ ആഴ്ചയാണ്. ഇങ്ങനെ സീരീസ് ഉണ്ട് എന്നുള്ള കാരനെ ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ ടെൻഷൻ അടിക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമില്ലായെങ്കിൽ ഈ സീരീസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലാന്ന്. കാരണം ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് ഫുൾ ടെൻഷൻ അടിയായിരിക്കും, നമ്മളെ ഹാർട്ടൊക്കെ നല്ലോണം പമ്പാവും. ഇതിൻ്റെ ഒരു പ്ലോട്ട് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ഒരു ദിവസത്തെ സ്റ്റോറിയാണ്. അതായത് ടോട്ടൽ 15 എപ്പിസോഡ് ഉണ്ട്. ഈ 15 എപ്പിസോഡ് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് ഈ മൊത്തം 15 എപ്പിസോഡും ഇവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ മണിക്കൂറും ഓരോ എപ്പിസോഡായി തരംതിരിച്ചിട്ട് നിങ്ങൾ ഈ സീരീസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ടു തുടങ്ങുക. കാരണം ഇത് ജനുവരിയിൽ ഇറങ്ങിയ ഒരു സീരീസാണ്. ഞാൻ തന്നെ ഈ സീരീസ് കാണാൻ ഇത്രയും വൈകി. ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഈ അടുത്ത കൊല്ലം ജനുവരിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ സീരീസ് കാണാൻ പറ്റിയ ടൈമായത്, എന്തായാലും മിസ്സാക്കാൻ പാടില്ല. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതും എനിക്ക് അത്യാവശ്യം നല്ലൊരു നിരാശ നൽകിയ ഒരു സീരീസും കൂടിയാണിത്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ബ്ലൂ റിവേഴ്സ് എന്നാണ് സീരീസിൻ്റെ പേര്. നമ്മളെ ബ്രേക്കിംഗ് ബാഡിൻ്റെയും ബെറ്റർ കോൾ സോളിൻ്റെ ഒക്കെ ക്രിയേറ്റർ ആയിട്ടുള്ള വിൻസ് ഗില്ലിഗൻ്റെ പുതിയ സീരീസാണ് ബ്ലൂ റിവേഴ്സ്. ആദ്യത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഭൂമിയൊന്നും നശിക്കാണ്ട് മനുഷ്യന്മാരൊന്നും മരിക്കാതെ എങ്ങനെ ഒരു അപ്പോക്കാലിപ്സ് കാണിച്ചു തരാമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സീരീസാണ്. പക്ഷേ ഈ സീരീസിൻ്റെ ഒരു പോക്കും ഈ വിൻസിലിഗൻ്റെ ഒരു പരിപാടിയും വെച്ചിട്ട് ഇത് സ്വാഭാവികമായിട്ടും സ്ലോ ആയിട്ടാണ് പോകുന്നത്. സ്ലോ എന്ന് പറഞ്ഞാൽ സീസൺ ഫിനാലെ വരെ സ്ലോ ആണ്. നിങ്ങൾ ഇതിപ്പം കാണുന്നില്ലെങ്കിലും നെക്സ്റ്റ് സീസണൊക്കെ വന്ന് അതിൻ്റെ ഒരു പേസ് പിടിച്ചതിന് ശേഷം എന്തായാലും കാണുക. കാരണം ഇതിൻ്റെ ക്രിയേറ്റർ വിൻസ് ഗില്ലിഗൻ ഇത്ര നിരാശപ്പെടുത്തുന്ന ആളൊന്നല്ല. അയാൾ എന്തെങ്കിലും ഇല്ലതൊന്നും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ മൊത്തം സീരീസ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടർ അടുപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും അയാൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പം അല്ലെങ്കിലും പിന്നാലും ഇതൊന്ന് കാണുക. ഇത്ര പോലെയാണ് ഈ വർഷം കണ്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട കുറച്ച് സീരീസസ്. ഇത് കൂടാണ്ട് തന്നെ ഓൾറെഡി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ സീരീസസിൻ്റെ പുതിയ സീസൺസ് ഇക്കൊല്ലം വന്നിട്ടുണ്ട്. അതിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിനാലെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ ബെയറിൻ്റെ സീസൺ 4. ബെയർ ശരിക്കും ഞാൻ ഇക്കൊല്ലാണ് കാണാൻ തുടങ്ങിയത്. എൻ്റെ ഒരു ഫേവറേറ്റിലേക്ക് തന്നെ ഈ ബെയർ എന്ന് പറഞ്ഞ സീരീസ് കയറിയിട്ടുണ്ട്. കാരണം അത്ര കിടലിനാണ്. അതിൻ്റെ സീസൺ 4 ഇക്കൊല്ലാണ് ഇറങ്ങിയത്. അതുപോലെ സ്ക്വിഡ് ഗെയിംസിൻ്റെയും ഫൈനൽ സീസൺ ഇറങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിട്ടാണ്. ഇതേപോലെ തന്നെയാണ് ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെയും കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഒരു നല്ല സീരീസിൻ്റെ ഫിനാലെ ഒരു ആവറേജിൽ ഒതുങ്ങിപ്പോയി എന്ന് വേണം പറയാം. ഫാമിലി മാൻ്റെ കാര്യം ഇതേ അവസ്ഥ തന്നെയാണ്. ഒരു നിരാശ എന്ന് വേണം പറയാം. കാരണം നല്ലൊരു സീസൺ ആയിരുന്നു. എനിക്ക് ക്യാരക്ടേഴ്സും അതിൻ്റെ ഒരു കഥയുടെ ഒരു ഡെവലപ്മെൻ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു. പക്ഷേ പകുതിക്കെന്ന് വെച്ചാൽ അവർ കട്ടാക്കിയിട്ട് പറഞ്ഞു ബാക്കി എപ്പിസോഡ് ഇനി അടുത്ത സീസണിലാണ്. നിങ്ങൾക്ക് അതിനി എപ്പാന്ന് വരുമോയെന്ന് വെച്ചാൽ ദൈവത്തിനറിയാം. പിന്നെ വന്നത് സെവറൻസിൻ്റെ സീസൺ 2 ആണ്.
അതും ഞാൻ ഇക്വലാണ് സെവറൻസ് കാണുന്നത്. ഒരു മൈൻഡ് ട്വിസ്റ്റിംഗ് സീരീസ് എന്നൊക്കെ പറയുന്ന കണക്കന അത്യാവശ്യം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ലൊരു കിട്ടുന്ന സീരീസാണ്. അതിൻ്റെ സീസൺ 2 ഇക്വൽ ഇറങ്ങിയത്. ഈ ഇത്ര പോലെ പറഞ്ഞ സീരീസാണ് ഞാൻ ഇക്വലം കണ്ടത്. നിങ്ങൾ എന്തൊക്കെ സീരീസസ് കണ്ടു, ഏതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി, ഏതൊക്കെ നിങ്ങളെ നിരാശപ്പെടുത്തിയെന്ന് കമൻറ്റ് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.